ബിസ്മില്ല, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ വിചാരിച്ചേ ഒരു മോർണിംഗ് റൂട്ടീനൊക്കെ ഇടാമെന്ന്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് റൂട്ടീന് രാവിലെ നിന്ന് എന്തൊക്കെയുണ്ട് പണികളെന്ന് കാണിച്ചു തരാം. അപ്പോൾ രാവിലെ ഒരു 6:30 ആകുമ്പോൾ കിച്ചണിലോട്ട് വന്ന് അപ്പോൾ മോന്തിക്കെല്ലാം ഒന്ന് കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഒന്ന് എടുത്ത് വെച്ച്, എന്നിട്ട് മുട്ട വേവിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള വെള്ളമെടുത്ത് മുട്ട വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 5 മുട്ട ഇടുന്നിട്ട് 5 ഞാൻ മുട്ട രാവിലെ അത്ര എനിക്കിഷ്ടപ്പെട്ടില്ല, അപ്പോൾ അങ്ങനെ ഞാൻ കഴിച്ചില്ല. എല്ലാവർക്കും ഒന്ന് വേവിക്കാൻ വെച്ച് ഞാൻ കിച്ചണിൽ വരുന്ന സമയത്ത് ആലോചിച്ചുകൊണ്ട് വന്നതാണ് ഇന്ന് നമുക്ക് റൈസ് ബോൾ ഉണ്ടാക്കാം. റൈസ് ബോൾ എന്ന് പറഞ്ഞാൽ കടുമ്പ്, പിന്നെ അതിന് ഇന്നൊരു പേരുണ്ടല്ലേ, പിണ്ടി. അപ്പോൾ അതാണ് റൈസ് ബോൾ. അപ്പോൾ അതിന് കറി മുളയ്ക്ക് വന്ന മുതിര ഉണ്ടായിരുന്നു, അപ്പോൾ അതും കറി ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ മുട്ട വയ്ക്കുന്ന ആ സമയത്ത് ഈ ഗ്യാസിലോട്ട് 1 ഗ്ലാസ് അരി എടുക്കുന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളം, ആ മാതിരിക്ക് വെള്ളം ഒന്ന് ചൂടാവാൻ വെക്കുക. ആ വെള്ളം ഒന്ന് ചൂടായി കിട്ടുന്ന സമയത്ത് നമുക്ക് രാത്രി നമ്മളെന്താക്കുക, അരി നമ്മളെ പൊടിച്ചുണ്ടാക്കുന്ന അരിയാണെങ്കിൽ രാത്രി കഴുകി ഒന്ന് ആറാൻ വെക്കുക. വെള്ളം ഒന്ന് ആറാൻ വെച്ചിട്ട് നമുക്ക് രാവിലെ എന്താക്കുക, മിക്സിയിലിട്ട് ഒന്ന് തരിപ്പോടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നെല്ലാം കിട്ടും കേട്ടോ, പാക്കറ്റിൽ പൊടി, തരി ഉള്ള പൊടി കിട്ടും. അപ്പോൾ നമുക്കത് കൊണ്ടുവന്നാക്കുന്നവർക്ക് ഈ പൊടിക്കുന്ന പണിയില്ല. അപ്പം നമ്മളെന്താ ചെയ്യുക, നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ചായ കുടിക്കുന്നവർക്കൊക്കെ ചായയും മുട്ടയും കൊടുക്കുകയാണ്. ഈ രീതിക്ക് പൊടിച്ച് എടുത്താൽ മതി. ഇത്ര പൊടി തരിപ്പുണ്ടായാൽ മതിയായിരിക്കും. ഈ സമയത്ത് നല്ല രീതിയിൽ വെള്ളം തിളച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ പൊടി എടുക്കാം, എന്നിട്ട് കുറേശ്ശെ അതിലിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് തേങ്ങ കൂടി ചേർക്കാട്ടോ ഇതിൽ. അപ്പം ഞാൻ ചേർക്കാത്തത് എന്താ പറഞ്ഞാൽ, ഞാൻ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ചൂടോടെ നമ്മൾ ഇട്ട് കൊടുക്കല്ല. ഉച്ച സമയത്ത് ഇടുമെങ്കിൽ ഒന്ന് പുളി വന്ന് പോകൂ എന്നുള്ള ഉദ്ദേശം കൊണ്ട് ഞാൻ ഇട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കഴിക്കുന്നവർക്ക് ഇതിൽ തേങ്ങ ഇട്ടാൽ ഇനിയും ടേസ്റ്റായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ളുഹാ നിസ്കാരത്തിനെ പറ്റിയിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. പതിവായി ളുഹാ നിസ്കരിക്കാൻ പറ്റുന്നവർ ആരാണെന്നറിയോ? അവരാണ് സ്വാലിഹീങ്ങൾ. അവർക്കാണ് പറയുന്നത് സ്വാലിഹീങ്ങൾ എന്ന്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് 360 സ്വതക്ക കൊടുത്ത പ്രതിഫലം അവർക്ക് കിട്ടും. അവർക്ക് ആഗ്രഹം സഫലീകരണം കിട്ടും. പിന്നെ ടെൻഷൻ, ഡിപ്രഷൻ, മടി, അഡിക്ഷൻ എന്നിവ അവർക്ക് അതിൽ നിന്ന് മോചനം കിട്ടും. മനസ്സ് ശാന്തമായി കിട്ടും. നരകമോചനം കിട്ടും. നിസ്കാരം കാരണമായി, ഈ ളുഹാ നിസ്കാരം കാരണമായിട്ട് അവർക്ക് ഇതെല്ലാ ബെനിഫിറ്റ്സുകളും കിട്ടും. അപ്പോൾ സ്വർഗത്തിലെ 8 കവാടങ്ങളുണ്ട്. ആ കവാടത്തിൽ ഒരു കവാടത്തിൽ ളുഹാ നിസ്കരിക്കുന്നവർക്ക് പോകാൻ പറ്റും സ്വർഗത്തിലേക്ക്. അപ്പോൾ ആ കവാടത്തിൻ്റെ പേരെന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ കവാടത്തിൻ്റെ പേരാണ് ബാബുൽ ളുഹാ എന്നാണ്. അപ്പോൾ അള്ളാഹു നമ്മൾക്കും ആ ബാബുൽ ളുഹാ എന്ന സ്വർഗത്തിലെ വാതിൽ കൂടെ സ്വർഗത്തിൽ പോകാൻ നമുക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ ളുഹാ നിസ്കരിക്കുന്നവർക്ക് പരിപൂർണ ഉംറ ചെയ്ത പ്രതിഫലവും കിട്ടും. ഈ നിസ്കാരം ജമാഅത്ത് നിസ്കാരം അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെപ്പറേറ്റ് ഒറ്റയ്ക്ക് നിന്ന് നിസ്കരിക്കാം.
അപ്പോൾ ഈ നിസ്കാരം എങ്ങനെ നിസ്കരിക്കുന്നത്, എത്ര റക്കാത്ത്, ഇതിൻ്റെ സമയം. അപ്പോൾ ഇതിൻ്റെ സമയം നമ്മുടെ ഇഷ്റാഖിൻ്റെ സമയത്തിൻ്റെ കഴിഞ്ഞതിൻ്റെ ശേഷം നല്ല രീതിയിലൊന്ന് സൂര്യൻ ഉദിച്ച് കിട്ടുക. അപ്പോൾ നല്ല ടൈമിങ്സ് 8, 9, 10 ഈ മണീൻ്റെ ഈ സമയത്തിൻ്റെ കറക്റ്റായ സമയം നമുക്ക് 8 മണിക്കോ 9:30-ക്കോ 8:30-ക്കോ ഇല്ല 10:30-ക്കോ അങ്ങനെ നിസ്കരിക്കാം. ഏതുവരെ നിസ്കരിക്കാം പറഞ്ഞാൽ 12 മണി വരെ നമുക്ക്, അതായത് ളുഹർ ബാങ്ക് കൊടുക്കുന്നത് വരെ നമുക്ക് സമയം ഉണ്ട്. ബാങ്ക് കൊടുക്കുന്നത് വരെ സമയമുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, നല്ല സമയമാണ് പ്രഭാതത്തിൻ്റെ സമയം. അതായത് 9, 9:30, 10 മണിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നിസ്കരിക്കാം. ളുഹാ നിസ്കാരത്തിൻ്റെ നിയത്ത് ഉസല്ലി സുന്നത്തി ളുഹാ റക്കാത്തൈനി മുത്തവജ്ജിയ ഇലൽ കിബ്ല അദാലില്ലാഹി തആല. ളുഹായിൻ്റെ 2 റക്കാത്തായ സുന്നത്ത് നിസ്കാരത്തെ അള്ളാഹു താലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ അദാ ആയി നിസ്കരിക്കുന്നു എന്ന് നിസ്കരിക്കാം. പിന്നെ നമ്മൾക്ക് 2 റക്കാത്ത് പോലെ തന്നെ എത്ര അധികരിപ്പിച്ച് നിസ്കരിക്കുന്നവർക്ക് 8, 4, 12 ആ മാതിരിക്ക് നിസ്കരിക്കാം. പക്ഷേ 8 റക്കാത്ത് ഒരുമിച്ച് നിസ്കരിക്കല്ല, എല്ലാം 2 റക്കാത്ത് പോലെ 2 റക്കാത്തിനും നിയത്ത് വയ്ക്കുക, നിസ്കരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഒരു ദിവസം നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്നതല്ല. ഈ നിസ്കാരം പതിവാക്കണം. മരിക്കുന്നവരെ ഒന്നും ആ സമയം അങ്ങോട്ടിങ്ങോട്ടായി പോയാലും ചിലപ്പോൾ എന്തെങ്കിലും പണിയിൽപ്പെട്ട് തിരക്കോ ഗസ്റ്റോ അങ്ങനെ എന്തെങ്കിലും അന്നത്തെ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ അപ്പുറപ്പുറമായി പോയാൽ പക്ഷേ നമ്മൾ എന്താക്കുക, അതിനെ നമ്മൾ പതിവാക്കണം. ആ പതിവാക്കി നമ്മൾ മരിക്കുന്നത് വരെ കൊണ്ടുപോയവർക്ക് മാത്രമേ ഈ ബെനിഫിറ്റ്സൊക്കെ കിട്ടും. ഈ നിസ്കാരം പതിവാക്കുന്നവർക്ക് സമയകൃത്യത കിട്ടും. അപ്പോൾ ഈ നിസ്കരിക്കുന്നവർക്ക് ആ നിസ്കാരത്തിൽ ഫസ്റ്റ് റക്കാത്തിൽ 1-ാമത്തെ റക്കാത്തിൽ വശംസി വല്ലുഹാഹ ഈ സൂറത്ത് ഫസ്റ്റ് റക്കാത്തിൽ ഓതാം. 2-ാമത്തെ റക്കാത്തിൽ വല്ലൈലി ഇദാ സജ ഈ സൂറത്ത് വല്ലുഹ വല്ലൈലി ഇദാ സജ ഈ സൂറത്ത് 2-ാമത്തെ റക്കാത്തിൽ ഓതാം. ഇത് രണ്ടും നമുക്കറിയില്ല എന്ന് പറയുന്നവർക്ക് കുൽഹു അല്ലാഹു അഹദും കുല്യ അയ്യുവൽ കാഫിറൂന ഫസ്റ്റും 2-ാമത്തെ കുൽഹു അല്ലാഹു അഹദും ഓതാം. ഈ നിസ്കാരം നിസ്കരിക്കുന്നവർക്ക് കുറച്ചൊന്നല്ലാട്ട പ്രതിഫലമുള്ളത്, അത് പറഞ്ഞാൽ തീരാത്തത്ര പ്രതിഫലം ഉണ്ട്. അപ്പോൾ നമുക്ക് അള്ളാഹു നമുക്ക് ഈ ശരീരം തന്നില്ലേ, ഇതിന് സൗന്ദര്യം തന്നില്ലേ. അപ്പോൾ ആ തന്ന സൗന്ദര്യത്തിനും ആ ശരീരത്തിനും ആ ആരോഗ്യത്തിനും വേണ്ടി നമ്മൾ അങ്ങോട്ട് അള്ളാഹുവിനോട് എന്ത് ചെയ്യുക, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക. അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുത്തത് കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക. അപ്പോൾ ഇനി നമുക്ക് വന്ന മുളക്ക കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അത് വേവിച്ചെടുത്തല്ലേ, അപ്പോൾ എല്ലാവർക്കും കണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നല്ല ചൂടായ പാനിലോട്ട് നല്ല രീതിയിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് കടുകിടാം. അത് പൊട്ടുന്ന സമയത്ത് നമുക്ക് വറ്റൽ മുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയതിനു ശേഷം, അപ്പോൾ ഞാനും മുളക് പേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ പേസ്റ്റ് എന്തൊക്കെയുണ്ടായെന്ന് പറയാം. മുളക്ക് വരുന്ന മുതര വിശിലിടുന്ന സമയത്ത് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഉപ്പും മുളക്ക് വന്ന മുതറയും പിന്നെ ഉരുളക്കിഴങ്ങും മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ മുളക് പേസ്റ്റ് ആക്കുന്നതിൽ മുളക് 2 സ്പൂനും കാശ്മീരി ചില്ലി പൗഡറായിരുന്നു. അപ്പോൾ അത് 2 സ്പൂണ്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോ ഇല്ല 1/4 ടീസ്പൂണോ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ഉള്ളി, ഒരു 3 ടൊമാറ്റോ ഇത്ര ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് പേസ്റ്റാക്കി എടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഈ എണ്ണ, അതായത് വെളുത്തുള്ളിയെല്ലാം ഒന്ന് ഫ്രൈ ആയി കിട്ടിയ സമയത്ത് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുക. ആ എണ്ണയിലിട്ടിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മിക്സാക്കി കൊടുക്കാം. എത്ര രാവിലെ എണീറ്റ് എല്ലാ പണികളൊക്കെ ഒന്ന് നമ്മൾ സെറ്റാക്കി എടുത്താലും നമ്മളെ കുട്ടികൾ സ്കൂൾ പോകുന്ന സമയമാകുമ്പോൾ നമുക്കൊരു തിരക്കന്നെ കേട്ടോ. ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു പഠിപ്പിക്കൽ തന്നെ, എൻ്റെ ബുക്കില്ല, എൻ്റെ പെന്നില്ല, എൻ്റെ അതില്ല, എൻ്റെ ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് അവരുടെ ലഞ്ച് ബോക്സൊക്കെ പ്രിപ്പയർ ആക്കി കൊടുത്ത്, എന്നിട്ട് എൻ്റെ മോൻ പറയുക സ്കൂളിൽ പോകുമ്പോൾ എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, അതങ്ങ് ബാക്കിയായി. അപ്പോൾ ഞാനെന്ത് ചെയ്യും, പിന്നെ അവൻ്റെ വാനും വന്ന് അവൻ പോയിട്ടാ. പിന്നെ ഞാനുണ്ട് പോയി
ഒരു പ്ലാസ്റ്റിക് പോട്ട് മാതിരി റെഡിയാക്കി കൊടുത്ത് അതിൽ മണ്ണ് നിറച്ച് ഒരു ചെടി നട്ടു കൊടുക്കാനാണ് അവൾക്ക് പ്രോജക്റ്റ് ഉള്ളത്. അപ്പം 2 ദിവസമായി പറയുന്നപ്പോൾ ഈ വാൻ കാണുമ്പോൾ മാത്രം അവൾക്ക് ഓർമ്മാവും. അപ്പോൾ പറയും, പിന്നെ അത് ഞാനും മറക്കും ഓനും മറക്കും. അപ്പോൾ ഇന്നും വാൻ വരുന്ന സമയത്ത് അവൻ പറഞ്ഞ് പിന്നെ ഞാൻ അതിനൊന്ന് റെഡിയാക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നമുക്കൊന്നും പ്രോജക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾക്കൊന്ന് ഹോംവർക്കും എഴുതാൻ അത് മാത്രമേ ഉണ്ടാകുന്നല്ലേ. അപ്പോൾ അതായിരിക്കാം നമുക്കിപ്പോൾ പ്രോജക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് നല്ല രീതിയിലൊന്ന് അത് സെറ്റാക്കി കൊടുത്തവൾക്ക്. അപ്പോൾ കാലത്തിൻ്റെ ഒരു പോക്കേ അല്ലേ. അപ്പോൾ അൽഹംദുലില്ലാ കുട്ടികളൊക്കെ നല്ല രീതിയിലൊന്ന് സ്കൂളിലേക്ക് അയച്ച്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കറിയും ഈ റൈസ് ബോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഒന്ന് കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും തോന്നുന്നു. സൺ കിസ്സഡ് മീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പിക്ക് ഉണ്ടാവുമായിരിക്കും, ഒരാൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുമാതിരി ഇപ്പോൾ സൺ കിസ്സഡ് മൈ പ്ലേറ്റ് അതുമാതിരി ആയിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.